നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി ലോകത്ത് മയക്കുമരുന്ന് കടത്തിയതിന്റെ പേരിൽ പ്രവാസി മലയാളികൾ ഉൾപ്പെടെ ഖത്തറിൽ ജയിലിൽ കഴിയുന്നു എന്ന വിവരത്തിൽ നടത്തിയ അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തിയത് വളരെയേറെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. കാര്യം നിസ്സാരം എന്നൊക്കെ കരുതി പ്രവാസികളോ പ്രവാസി ലോകത്ത് ജോലിക്ക് പോകാൻ നിൽക്കുന്നവരോ ഇത് തള്ളിക്കളയരുത്. ഇതൊക്കെ ഒരു മുന്നറിയിപ്പാണ്. വാർത്തയിലേക്ക്. പെരിന്തൽമണ്ണയിൽ നിന്നും അന്താരാഷ്ട്ര മാർക്കറ്റിൽ 1.5 കോടിയോളം രൂപ വില വരുന്ന 1.470 കിലോഗ്രാം ഹാഷിഷുമായി കാസർഗോഡ് സ്വദേശി പിടിയിലായിരുന്നു. ഇതിന്റെ വേരുകൾ അന്വേഷിച്ച് പോലീസ് എത്തിപ്പെട്ടത് പ്രവാസി ലോകത്തേക്കാണ്. ഗൾഫ് രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ഖത്തറിൽ മലയാളികൾ ഉൾപ്പെടെ നിരവധി പ്രവാസികൾ മയക്കുമരുന്നിന്റെയും അതോടൊപ്പം തന്നെ മറ്റു കേസുകളിലുമായി ജയിലിൽ കഴിയുന്ന സാഹചര്യത്തിലാണ് വീണ്ടും ഇത്തരത്തിലൊരു വാർത്ത എത്തുന്നത്. ഖത്തറിലേക്ക് കടത്താനായി എത്തിയ കാഞ്ഞങ്ങാട് സ്വദേശി ഷബാന മൻസിലിൽ മുഹമ്മദ് ആഷിഖ് ആണ് പെരിന്തൽമണ്ണ SSP നേതൃത്വത്തിലുള്ള സംഘത്തിന് പിടിയിലായത്. ഇതേ തുടർന്ന് കേരളത്തിൽ നിരവധി സംഘങ്ങൾ ഗൾഫ് രാജ്യങ്ങളിലേക്ക് വിലപിടിപ്പുള്ള മയക്കുമരുന്നുകൾ ഒന്നും അറിയാത്ത പല പ്രവാസികളിലൂടെയും എത്തിക്കുന്നതായി കണ്ടെത്തിയിരുന്നു. എന്നാൽ ഒട്ടനവധി പേരും ഇതിലൂടെ പിടിക്കപ്പെടുകയാണ് ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ വിദേശത്ത് DJ പാർട്ടികളിലും ഡാൻസ് ബാറുകളിലും മറ്റും ഉപയോഗിക്കുന്ന തരത്തിലുള്ള വീര്യം കൂടിയ ഹാഷിഷാണ് പിടികൂടിയിരിക്കുന്നത്. 1 ലക്ഷം രൂപ മുതൽ 3 ലക്ഷം രൂപയും വിസയും ടിക്കറ്റുമാണ് ഇത്തരത്തിൽ മയക്കുമരുന്നുമായി വിദേശത്തേക്ക് പോകുന്ന കാരിയർമാർക്ക് വാഗ്ദാനം ചെയ്യുന്നത് തന്നെ. ഖത്തറിലേക്കുള്ള ബാഗേജ് പറയുന്ന സ്ഥലത്ത് എത്തിച്ചാൽ പണം കൊടുക്കും. പിടിക്കപ്പെടാതിരിക്കാൻ വിദഗ്ധമായി പാക്കിങ്ങും മറ്റും ചെയ്തു കൊടുക്കുന്നതും പ്രത്യേക സംഘം പ്രവർത്തിക്കുന്നുണ്ട്. ബംഗളൂർ, കോഴിക്കോട്, കൊച്ചി, മംഗലാപുരം എയർപോർട്ടുകൾ കേന്ദ്രീകരിച്ചാണ് മയക്കുമരുന്ന് കടത്ത് നടത്തുന്നത്. ഖത്തറിലെ അടുത്ത ലോകകപ്പ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട് എത്തുന്ന ടൂറിസ്റ്റുകളെ ലക്ഷ്യം വച്ചാണിത് കടത്തുന്നതെന്നും ഇതിനോടൊപ്പം തന്നെ സൂചനയുമുണ്ട്. മയക്കുമരുന്ന് കള്ളക്കടത്ത് നടത്തിയതുമായി ബന്ധപ്പെട്ട് ഖത്തറിൽ മലയാളികൾ ഉൾപ്പെടെയുള്ളവർ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നതിനെ കുറിച്ചും മറ്റും മലപ്പുറം ജില്ലാ പോലീസ് മേധാവി യു അബ്ദുൽ കരീമിന് നേരത്തെ വിവരം ലഭിച്ചിരുന്നു. ഇത് അന്വേഷിക്കുന്നതിനായി പെരിന്തൽമണ്ണ ASP രീഷ്മ രമേശിന്റെ നേതൃത്വത്തിൽ SI മഞ്ജിത് ലാലിനും സംഘത്തിനും കൈമാറുകയായിരുന്നു. ഇവർ 1 മാസത്തോളം കോഴിക്കോട് വിമാനത്താവള പരിസരങ്ങളിലും മറ്റും നിരീക്ഷണം നടത്തിയതിൽ ഇത്തരത്തിൽ കാരിയർമാർക്ക് മയക്കുമരുന്ന് ബാഗിലും മറ്റും ഒളിപ്പിച്ച് കൈമാറുന്ന സംഘത്തെക്കുറിച്ച് വിവരം ലഭിക്കുകയായിരുന്നു. അനവധി പ്രതിഫലം കിട്ടുമെങ്കിലും പിടിക്കപ്പെട്ടാൽ വർഷങ്ങളോളം അഴിയേണ്ട അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അതിനാൽ തന്നെ ഇത്തരം ചതിക്കുഴികളിൽ പെട്ടുപോകാതിരിക്കാൻ പ്രവാസികൾ ശ്രദ്ധിച്ചു കൊള്ളണം. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.